മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി അപ്രതീക്ഷിത മുഖമാണ് നേതൃത്വം അവതരിപ്പിച്ചിരിക്കുന്നത്. മുതിർന്ന ലീഗ് നേതാക്കൾക്ക് പുറമെ യൂത്ത് ലീഗ് നേതാക്കളുടെയും പേര് ഉയർന്നു കേട്ടിരുന്നെങ്കിലും അവസാനം ഹാരിസ് ബീരാൻ എന്ന സർപ്രൈസ് പേരാണ് പുറത്തു വന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ ശ്രദ്ധേയനായ യുവ അഭിഭാഷകനാണ് ഹാരിസ്. രാജ്യം ശ്രദ്ധിച്ച നിരവധി നിയമ പോരാട്ടങ്ങളുടെ ഭാഗമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ KMCCയുടെ ഡൽഹി ഘടകം അധ്യക്ഷനാണ് ഹാരിസ്. മുസ്ലിം ലീഗിൻ്റെ നിയമ പോരാട്ടങ്ങളുടെ ഏകോപന ചുമതല വഹിക്കുന്ന അദ്ദേഹം മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ VK ബീരാൻ്റെ മകനാണ്. എറണാകുളം സ്വദേശിയായ ഹാരിസ് ബീരാൻ വർഷങ്ങളായി ഡൽഹിയിലാണ് താമസം. സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഹാരിസ് പൗരത്വ നിയമത്തിനെതിരെ അടക്കം മുസ്ലിം ലീഗ് നടത്തുന്ന നിയമ പോരാട്ടങ്ങളുടെ ചുമതലക്കാരനാണ്. ഡൽഹിയിൽ നിർമ്മിക്കുന്ന മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ചുമതലയും ഹാരിസിനാണ്. രാജ്യതലസ്ഥാനത്ത് ലീഗിൻ്റെ മുഖം കൂടിയായ അദ്ദേഹം മദനി സിദ്ദീഖാപ്പൻ കേസുകളിലടക്കം നിയമ പോരാട്ടങ്ങളുടെ ഭാഗമായിരുന്നു. വിഭാഗീയത മൂലം സംഘടനാ പ്രവർത്തനം സ്തംഭിച്ച എറണാകുളത്ത് ഹാരിസിൻ്റെ MP സ്ഥാനം ചലനമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. MP എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ ഉന്നത നയരൂപീകരണ സമിതികളിൽ ഹാരിസ് അംഗമാകും. VK ഇബ്രാഹിം കുഞ്ഞിന് ശേഷം എറണാകുളത്ത് നിന്ന് ലീഗ് നേതൃത്വത്തിലേക്ക് ഉയർന്ന നേതാവ് കൂടിയാണ് ഹാരിസ് ബീരാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് 3ാം സീറ്റ് ആവശ്യമുയർത്തിയതോടെയാണ് ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ UDFന് ജയസാധ്യതയുള്ളത് ലീഗിന് നൽകാമെന്ന ധാരണയിലെത്തിയത്. ഈ സീറ്റിലേക്കാണിപ്പോൾ ഹാരിസിൻ്റെ പേര് ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചത്. നിലവിൽ PV അബ്ദുൽ വഹാബ് രാജ്യസഭാ അംഗമാണ്. ഹാരിസ് കൂടി എത്തുന്നതോടെ ലോക്സഭയിലെ 3 അംഗങ്ങൾ ഉൾപ്പെടെ ലീഗിൻ്റെ MP മാർ 5 ആകും. കേരളത്തിലെ 4 ലീഗ് MP മാരിൽ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഏക അംഗം എന്ന പ്രത്യേകതയും ഹാരിസിനുണ്ടാകും. നേരത്തെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം എന്നിവരുടെയും പേരാണ് ആദ്യം രാജ്യസഭാ സീറ്റിലേക്ക് ഉയർന്നു കേട്ടിരുന്നത്. ഇതിനിടെ മത്സരരംഗത്തേക്കില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി. ഇതിനിടെ യുവത്വത്തിന് പരിഗണന നൽകണമെന്ന മുറവിളികൾ ഉയരുകയും നേതൃത്വം അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്തതോടെ യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബു, സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് എന്നിവരുടെ പേരും ഉയർന്നു. എന്നാൽ ഡൽഹിയിലെ ലീഗ് പ്രവർത്തനങ്ങളുടെ മുഖമായി അറിയപ്പെടുകയും നിയമ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ നിൽക്കുകയും ചെയ്യുന്ന യുവനേതാവ് കൂടിയായ ഹാരിസ് ബീരാനെ ലീഗ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെന്ന വിവരം അവസാന നിമിഷമാണ് പുറത്തായത്. ലീഗ് രാഷ്ട്രീയ ഉപദേശക സമിതി ചെയർമാനും സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടേതായിരുന്നു ഈ തീരുമാനം. ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെ പിന്തുണക്കുകയുമായിരുന്നു. ദേശീയ തലത്തിൽ സമുദായത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിയമവും ഭരണഘടനയും ഉയർത്തി പോരാട്ടം ശക്തമാക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു തീരുമാനമെന്നതും ശ്രദ്ധേയമാണ്. 3ാം മോദി സർക്കാരിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ കോടതിക്ക് പുറമെ പാർലമെന്റിലും അതിനെതിരെ ശബ്ദിക്കാൻ യോഗ്യനായൊരു വ്യക്തിയാണ് ഹാരിസ് ബീരാൻ. അതുകൊണ്ട് തന്നെ ഹാരിസിന്റെ പാർലമെന്റ് ഇടപെടലുകളും ഇനി ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.